രാജസ്ഥാൻ ഇന്നലെ തോറ്റു പുറത്തായി. സഞ്ജു ശരിക്ക് കളിച്ചുവെങ്കിൽ രാജസ്ഥാൻ ജയിക്കുമെന്ന് ആരാധകർ പറയുകയുണ്ടായി. ഒരു ക്യാപ്റ്റന്റെ കടമ സഞ്ജു മറന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സഞ്ജുവിൻ്റേത് ഔട്ടിലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സഞ്ജുവിൻ്റെ ഔട്ടായ ബോള് നോ ബോളാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകരാണ് ഈ സംഭവം കുത്തിപ്പൊക്കിയത്. രാജസ്ഥാന്റെ കഴിഞ്ഞ മത്സരം നോക്കിയാൽ RCBക്കെതിരെ തേർഡ് അമ്പയറുടെ തീരുമാനം തെറ്റായിട്ടുണ്ടായിരുന്നു. കാർത്തികിന്റെ ഔട്ട് അമ്പയർ കണ്ണടച്ചു. ഇത് മാത്രമല്ല, രാജസ്ഥാന്റെ ഒരുവിധം എല്ലാ മാച്ചിലും അമ്പയർമാർ കണ്ണടയ്ക്കാറുണ്ട്. ക്യാമറ ശരിക്ക് പരിശോധിക്കില്ല, പെട്ടെന്ന് തന്നെ തീരുമാനം പറയും. ഡൽഹിക്കെതിരെയുള്ള സഞ്ജുവിന്റെ ഔട്ട്, അതുപോലെ കാർത്തികിന്റെ ഔട്ട്, ട്രേവിസ് ഹെഡിന്റെ വിക്കറ്റ്, ഇതുപോലെ ഒരുപാട് തവണ അമ്പയർമാർ രാജസ്ഥാനെ ചതിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്നലത്തെ മത്സരത്തിലെ സഞ്ജുവിന്റെ ഔട്ടല്ലെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ സഞ്ജു ഫോം ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് രാജസ്ഥാൻ കളി ജയിച്ചേനെ. അത്രയ്ക്ക് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 36 റൺസിനാണ് രാജസ്ഥാൻ തോറ്റിട്ടുണ്ടായിരുന്നത്. സഞ്ജു അങ്ങനെ വിക്കറ്റ് വലിച്ചെറിയുന്ന താരമല്ലായിരുന്നു. പക്ഷെ സഞ്ജുവിന് ഇന്നലെ 10 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കളിയുടെ 8ാം ഓവറിലാണ് സഞ്ജു ഔട്ടായത്. അഭിഷേക് ശർമ്മയാണ് സഞ്ജുവിനെ പുറത്താക്കിയത്. അഭിഷേക് എറിഞ്ഞ ബോള് സഞ്ജു ആഞ്ഞു വീശി. ഈ ബോൾ നേരെ എത്തിയത് എയ്ഡൻ മാർക്കത്തിന്റെ കയ്യിലായിരുന്നു. ശേഷം സഞ്ജു കളം വിട്ടു. അഭിഷേക് എറിഞ്ഞ ബോള് നോ ബോളായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. താരത്തിന്റെ കാല് ക്രീസിന് പുറത്തായിരുന്നു. തേർഡ് അമ്പയർ അത് ശരിക്ക് ശ്രദ്ധിച്ചില്ല. രാജസ്ഥാനെ ചതിക്കാൻ വേണ്ടി നോ ബോള് വിളിച്ചില്ലെന്നാണ് ആരാധകർ പറയുന്നത്. അതിന്റെ പ്രൂഫും അവർ കാണിക്കുന്നുണ്ട്. സഞ്ജുവിന്റെ ഔട്ട് അല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലെ രാജസ്ഥാൻ കളി ജയിച്ചേനെ. രാജസ്ഥാനോട് എന്തുകൊണ്ടാണ് അമ്പയർമാർക്ക് ഇത്ര ദേഷ്യമെന്ന് വ്യക്തമല്ല. എപ്പോഴും അവർക്കെതിരെയാണ് അമ്പയറിങ് തീരുമാനമെടുക്കാറ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.